എക്സാം ഒക്കെ അല്ലേ, അപ്പൊ നമുക്കൊരു ക്യൂട്ട് സ്റ്റഡി പ്ലാനർ തയ്യാറാക്കിയാലോ. ഇത് നമുക്ക് ടേബിളിൽ വെക്കോ അല്ലെങ്കിൽ വാളിൽ സ്റ്റിക്ക് ചെയ്യോ എന്ത് വേണ്ടെങ്കിലും ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തെർമോക്കോളാണ്. ആക്ച്വലി ഇത് തെർമോക്കോൾ അല്ല കേട്ടോ, ഇത് ഇവിടെ സീലിംഗിന്റെ പണി നടന്നപ്പോൾ കിട്ടിയ സാധനമാണ്. തെർമോക്കോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി എങ്ങനെ ഇരിക്കും, അതാണ് ഇത്. പിന്നെ നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനർ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ അതനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മെഷർ ചെയ്ത് വരുന്നതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കാർഡ്ബോർഡ് റോളാണ്. ഇത് നമ്മുടെ വാൾപേപ്പറിന്റെ ഒക്കെ ഉള്ളിലുണ്ടാകുന്ന ഒരു റോളാണ്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന സൈസിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ കാർഡ്ബോർഡ് റോൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ട. ഇതിന് പകരമായിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ കവറില്ലേ, അത് ഈ കാണുന്നത് പോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഒട്ടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് B700 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. നിങ്ങൾ തെർമോക്കോളിനല്ല ഒട്ടിക്കുക, അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ റോളിന്റെ അടിഭാഗം ഓപ്പണിംഗ് ആയതുകൊണ്ട് ഈ റോൾ ഒട്ടിക്കാൻ പോകുന്ന ഭാഗത്തായിട്ട് അതിന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു കഷ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബേസ് ഇത് ഇവിടെ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് പെയിന്റ് അടിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക് പാർട്ടും സൈഡ് പാർട്ടും ഒക്കെ ഒന്ന് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ മൊത്തത്തിലൊന്ന് വൈറ്റ് പെയിന്റ് കൊണ്ട് കവർ ചെയ്യാം. അപ്പൊ ഇതാ ബേസ് ഒക്കെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആ റോള് വരുന്ന ഭാഗമില്ലേ, അവിടെ മാത്രം ഒരു പിങ്ക് അടിച്ചു കൊടുക്കാം. കളർ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. പക്ഷെ ഞാൻ ഇത് മൊത്തത്തിൽ ഒരു പിങ്കിഷ് തീമിൽ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇനി ഒരു വാഷി ടാപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ 4 കോർണേഴ്സിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആ ബ്ലാങ്ക് സ്പേസിൽ കുറച്ച് സ്റ്റിക്കർ പ്രിന്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ കുറച്ച് ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് എത്ര കോളാണോ ഉള്ളത് അതിന് ഓരോന്നിനും നോക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇതും പിന്നെ നമ്മുടെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൈഡിൽ വാഷി ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് റോസ് ആൻഡ് കോളം വരച്ചിട്ട് നമ്മുടെ ഡേയ്സിന്റെ പേര് എഴുതാന്ന് മാത്രമായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇതൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഡു നോട്ട് വേസ്റ്റ് ടൈം എന്നൊരു കോട്ടും പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ വർക്ക് ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എഴുതാനുള്ള പേപ്പറും പിൻസും ആണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഞാൻ A4 ഷീറ്റ് എടുത്തിട്ട് ഒരു ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് മെസ്സേജസ് ഒക്കെ പിൻ ചെയ്യാനുള്ള പിൻസ് ഒക്കെ ഞാൻ സൈഡിൽ കുത്തിവെച്ചു. അവസാനം നമ്മൾ നമ്മുടെ പെൻ ഹോൾഡറിൽ ഒരു പെന്നും കൂടി വെച്ചെടുത്തിട്ട് നമ്മുടെ സംഭവം നമ്മളൊന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ എക്സാമിന്റെ കാര്യങ്ങൾ എഴുതാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾ മറന്നു പോകുന്ന എന്ത് കാര്യം എഴുതി വെക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ സംഭവം ഇഷ്ടമായ ഒരു ലൈക്ക് മറക്കണ്ട. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.